നമസ്കാരം. ഗുരുവായൂർ അമ്പലനടയിൽ അതായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട സിനിമ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നമ്മുടെ പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. നമ്മുടെ വിപിൻ ദാസ്, നമ്മുടെ ജയ ജയ ഹേയുടെ ഡയറക്ടർ, അതേപോലെ ജയ ജയ ഹേയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ദീപു, ഇവരൊക്കെയാണ് ഇതിൻ്റെ റൈറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു കോംബോ വരുമ്പോൾ പിന്നെ പോരാത്തതിന് ബേസിലും അതേ പൃഥ്വിരാജും ഒന്നിക്കുന്ന കോംബോ ഒരുപാട് സവിശേഷതകൾ കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു പ്രൊമോഷനും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പക്ഷേ ഒരുപാട് പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരുപാട് ഹൈപ്പ് വരുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഈ സിനിമയിൽ അനുഭവപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതായത് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് നല്ല ഒരു, അതായത് ഇവർ തമ്മിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്ട്സ് ആണ് ശരിക്കും ഇതിൻ്റെ സിനിമയുടെ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഒക്കെ വെച്ചാൽ നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പല സ്ഥലത്തും നമുക്ക് എന്താ പറയുക ഒരു ലാഗും, പിന്നെ പല സിനിമകളുടെ എന്താ പറയുക റെഫറൻസ് എടുക്കുകയും അതേപോലെ സ്പൂഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു പ്രശ്നം നമുക്ക് ഈ സിനിമയിൽ എനിക്ക് അനുഭവപ്പെട്ടു. കാരണം അത് ചില ആ സ്പൂഫും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് എന്താ പറയുക വെറുപ്പിക്കുന്ന തരത്തിലേക്ക് ആണ് ഇതിലേക്ക് എത്താൻ പറ്റിയത്. ഇപ്പം എന്താ പറയുക ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് അതിനങ്ങോട്ട് സെക്കൻഡ് ഹാഫിൽ കൊണ്ട് താഴേക്ക് ഇടുന്നൊരു പ്രതീതിയാണ് എനിക്ക് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ സിനിമയിലെ കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് നമുക്ക് എന്തായാലും പരിചയപ്പെടണം. കാരണം അതിൽ പറയുകയാണെങ്കിൽ നമ്മുടെ DOP ചെയ്തിരിക്കുന്നത് നീരജ് രവിയാണ്. അതേപോലെ നമ്മുടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജോണിക്കുട്ടി. മ്യൂസിക് അങ്കിത് മേനോൻ്റെ മ്യൂസിക് നമുക്ക് എന്താ പറയുക വലിയ സൂപ്പർ എന്നൊന്നും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഓക്കെ, അതായത് കൂടുതലും ഇല്ല കുറവില്ലാത്ത രീതിയിൽ ഈ ഒരു കോമഡി ബേസ്ഡ് ഒരു മൂവിയാണ്. അങ്ങനെ ഒരു ചാനലിൽ നമുക്ക് എന്താ പറയുക ചിലവർക്ക് അത് വലിയ രീതിയിൽ കണക്ട് ആവും. എനിക്ക് അത്ര അങ്ങോട്ട് വലിയ രീതിയിൽ ഒരു കോമഡി ആയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നൊക്കെ പോകുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ മുഴുനീളെ ചിരിച്ചിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ഒരു വലിച്ചൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. മ്യൂസിക് ഒരു ആവറേജ് തിരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തിരുന്നു. എഡിറ്റിംഗ് ജോണിക്കുട്ടി, വേറെ എഡിറ്റിങ്ങിലൊന്നും അങ്ങനെ മോശം പറയില്ല. ഈ സ്ക്രിപ്റ്റിലുണ്ടായ കുറേ ഈ ലാഗും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റിയത്. പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പൃഥ്വിരാജ് ആയിക്കോട്ടെ ബേസിലായിക്കോട്ടെ, അതായത് അവർ രണ്ടുപേരും ഒരു കോമഡി കഥാപാത്രങ്ങൾ, ഒരു സീരിയസ് കഥാപാത്രമല്ല, ഒരു കോമഡി കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ബേസിലിനെ പറ്റി നമുക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജയ ജയഹേല എങ്ങനെയായിരുന്നു ബേസിൽ, ആ ഒരു ബേസിൽ തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ പൃഥ്വിരാജിനെ വെച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെ കോമഡി പടങ്ങൾ പലതും എന്താ പറയുക അത്ര രീതിയിൽ കണക്റ്റ് ആവാത്ത രീതിയിലായിരിക്കും. പക്ഷെ ഇതിൽ നല്ല രീതിയിൽ അഭിനയം എന്ന രീതിയിൽ പൃഥ്വിരാജിനെ നമുക്ക് മോശമൊന്നും പറയില്ല. നല്ല രീതിയിലുള്ള അഭിനയം ഈ പറഞ്ഞ രണ്ടുപേരും. പിന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. എല്ലാവരും നമുക്ക് ഇപ്പോഴും മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് വശങ്ങൾ. ഒരു എന്താ പറയുക ഒരു 5ൽ നമുക്കൊരു 3.5 മാർക്ക് കൊടുക്കാവുന്ന രീതിയിലാണ് എനിക്ക് ഈ സിനിമയെ പേഴ്സണലി എനിക്ക് അനുഭവപ്പെട്ടത്. ഇനി നിങ്ങൾ ഈ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.